നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു എന്നരുളി ചെയ്ത നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളായിട്ട് ചിന്തിച്ചു വന്ന ലേഖനത്തിൻ്റെ ധ്യാന പഠനം ഇന്നത്തോടുകൂടെ അവസാനിക്കുകയാണ്. നമ്മൾ പഠിച്ചു വന്ന കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ സത്ത എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ക്ലാസ് കേൾക്കുകയാണെങ്കിൽ ഇതാണ് പ്രധാനമായിട്ട് യൂദയുടെ ലേഖനത്തിൻ്റെ സംക്ഷിപ്ത വിവരം. എന്താ പ്രധാനപ്പെട്ട വിഷയം യൂദയുടെ ലേഖനത്തിൽ എന്ന് ചോദിച്ചാൽ വിശ്വാസത്തിനായിട്ട് പോരാടണം എന്നുള്ളതാണ്. ഇപ്പോൾ പോരാടുക എന്ന് പറയുമ്പോൾ ഒരു സൈന്യത്തിൻ്റെ ചിത്രം അല്ലെങ്കിൽ ഒരു പോർക്കളത്തിൻ്റെ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരും. ആദ്യത്തെ 2 വാക്യങ്ങൾ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ സൈന്യത്തിൻ്റെ പ്രത്യേകതകളാണ്. വിളിക്കപ്പെട്ടവർ, സ്നേഹിക്കപ്പെട്ടവർ, സൂക്ഷിക്കപ്പെട്ടവർ എന്നിങ്ങനെ കാണാനായിട്ട് സാധിക്കും. 3-ാം വാക്യത്തിൽ സൈന്യത്തിൻ്റെ ദൗത്യമാണ് കൊടുത്തിരിക്കുന്നത്, പോരാടണം എന്നുള്ളത് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. തുടർന്ന് 4 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമ്മളത് കഴിഞ്ഞ ആഴ്ചയിലും ചിന്തിക്കാനിടയായിട്ട് തീർന്നു. നമ്മുടെ എതിരാളിയായ ശത്രുവിനാൽ സ്വാധീനിക്കപ്പെട്ടവരുടെ, ശത്രു സൈന്യത്തിൻ്റെ അല്ലെങ്കിൽ ദുരുപദേഷ്ടാക്കളുടെ പ്രത്യേകതകളാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുക. തുടർന്ന് 17 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ, പോർക്കളത്തിലുള്ള സൈന്യത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കഴിഞ്ഞ ആഴ്ച ഞാനൊന്ന് സൂചിപ്പിച്ചേ ഉള്ളൂ. അല്പം ചെറുതായിട്ടൊന്ന് വിശദീകരിച്ച് ഒടുവിലായിട്ട് ഈ സമ്പൂർണ്ണ വിജയം ഈ പോർക്കളത്തിൽ നൽകുന്ന സർവ്വസൈന്യാധിപനായ കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ടാണ് ഈ ലേഖനം അവസാനിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഓഡിയൻസിന്, 1-ാം നൂറ്റാണ്ടിലെ ഓഡിയൻസിന്, അനുവാചകർക്ക് ഈ ലേഖനം വായിക്കുമ്പോൾ മനസ്സിലായത് ഇങ്ങനെയാണ്. നമുക്കറിയാം, വചന പഠനത്തിൽ ലളിതമായിട്ടുള്ള, ആഴത്തിൽ പഠിക്കുമ്പോൾ വേറെ രീതികളൊക്കെ ഉണ്ടായിരിക്കാം. എന്നാൽ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു രീതിയാണ് വർഷങ്ങളായിട്ട് അവലംബിക്കുന്നത്. 3 പടികളാണ് വചന പഠനത്തിനുള്ളത്. ഞാൻ അവലംബിക്കുന്നത് അങ്ങനെയാണ്. 1, ഒബ്സർവേഷൻ, നിരീക്ഷണം. നമ്മൾ പഠിക്കാനെടുക്കുന്ന ടെക്സ്റ്റ്, നമ്മുടെ ആ ഭാഗം, ദൈവാത്മാവ് നമുക്ക് പ്രകാശനം നൽകുന്ന അല്ലെങ്കിൽ പ്രേരണ നൽകുന്ന അല്ലെങ്കിൽ നമ്മൾ മനഃപൂർവ്വമായിട്ട് തിരഞ്ഞെടുക്കുന്ന ആ ഭാഗം നന്നായി നിരീക്ഷിക്കുക. ഒരു കൊച്ചുകുട്ടിയെ പോലെ നമ്മളത് വായിക്കുക, വേണമെങ്കിൽ പകർത്തി എഴുതാം. എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാമോ, ക്രയോൺസ് ഒക്കെ യൂസ് ചെയ്ത്, കളർ ചെയ്ത്, അങ്ങനെ പല നിലകളിൽ നിങ്ങൾക്ക് നിരീക്ഷണത്തിൽ എന്താ ടെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഒരു സാധാരണ രീതിയിൽ പ്രാർത്ഥനയോടുകൂടെ വായിച്ച് എഴുതാനായി, കുറിച്ചിടാനായിട്ടൊക്കെ സാധിക്കും. നിരീക്ഷിക്കുക എന്താണ്. അപ്പോൾ നമ്മളിങ്ങനെ വായിക്കുമ്പോഴാണ്, അത് നിരീക്ഷിക്കുമ്പോഴാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് അല്ലെങ്കിൽ ആശയം നമ്മുടെ മനസ്സിലേക്ക് വരിക. പോരാടണം എന്നുള്ളത്. തുടർന്ന് അടുത്ത ഘട്ടം, 1-ാമത്തെ ഘട്ടം വചന പഠനത്തിൽ ഒബ്സർവേഷൻ ആണെങ്കിൽ 2-ാമത്തെ ഘട്ടം ഇന്റർപ്രിട്ടേഷൻ ആണ്, വ്യാഖ്യാനമാണ്. ഇതൊക്കെ നമുക്ക് അറിവുള്ളതാണ്. എങ്കിലും നമുക്കറിയാം, ഈ വചനത്തിന്റെ ഒരു പ്രത്യേകത, നമ്മൾ കേട്ട ഒരുപാട് നല്ല സന്ദേശങ്ങൾ ഉണ്ടായിരിക്കും. എന്നാൽ നമ്മൾ അവിശ്വസ്തരാണെങ്കിലും ഒരു ഡ്യൂട്ടി ചെയ്യുന്നതിൽ പിശാചി വിശ്വസ്തനാണ്. അതെന്താണെന്ന് അറിയാമോ? നമ്മൾ കേട്ട വചനം നമ്മിൽ നിന്ന് എടുത്തു കളയും. അപ്പോൾ അത് കൃത്യമായി ഫലം കായ്ക്കുകയില്ല. അപ്പോൾ അതിൽ അവൻ വിജയിച്ചു. എന്തായാലും ഒരിക്കൽ എന്നേക്കുമായിട്ട് അവനിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി. ഇനി അവനെ നമ്മെ പിടിച്ചു വെക്കുവാനോ നരകത്തിൽ തള്ളുവാനോ പിശാചിന് സാധിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് അവൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇനി അവരുടെ ജീവിതം, തന്റെ കയ്യിൽ നിന്ന്, തന്റെ അടിമത്വത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയവരുടെ ജീവിതം ഒരിക്കലും ആനന്ദകരമാകരുത്, സന്തോഷകരമാകരുത്. ഈ ഭൂമിയിൽ അവർക്കുള്ള ആയുസ് അരിഷ്ടകരമായിരിക്കണം, അരിഷ്ടത നിറഞ്ഞതായിരിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളും അവൻ, അതിലൊരു പരിപാടിയിൽ അവൻ വിശ്വസ്തനാണെന്നുള്ളത് എന്താണെന്നറിയാമോ? നമ്മൾ കേൾക്കുന്ന നല്ല നല്ല വചനം, ആ വചനങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ ലൈഫിൽ മാറ്റം ഉണ്ടാവും. പിശാച് അത് നമ്മിൽ നിന്ന് എടുത്തു കളയാനായിട്ട് ഇടയായിട്ട്, കർത്താവ് തന്നെയാണ് അത് ഉപമയിൽ പറയാനായിട്ട് ഇടയായിട്ട് തീർന്നത്. അപ്പോൾ 2-ാമത്തെ ഘട്ടം ഇന്റർപ്രിട്ടേഷനാണ്. എന്താണ് ഫസ്റ്റ് ഓഡിയൻസിനെ ഈ പുസ്തകം, നമ്മൾ പഠിക്കാനെടുത്ത ഭേദഭാഗം വായിക്കുമ്പോൾ മനസ്സിനായിട്ടുണ്ടാവുന്നത്? അത് ഇത്തിരി ശ്രമകരമായ പരിപാടിയാണ്. അല്ലെങ്കിൽ ഒരു പഠനത്തിലെ
ഒരു ഘട്ടമാണ്. പലപ്പോഴും ആ ഘട്ടം സ്കിപ്പ് ചെയ്യാനാണ് എല്ലാവരും ശ്രമിക്കുക. എന്നാൽ ആ ഘട്ടമാണ് ശരിയായിട്ടുള്ള അർത്ഥം, അപ്ലിക്കേഷൻ. മൂന്നാമത്തെ സ്റ്റെപ്പാണ് അപ്ലിക്കേഷൻ. അപ്പൊ ആദ്യം ഒബ്സർവ് ചെയ്ത് നമ്മൾ തിരഞ്ഞെടുത്ത ടെക്സ്റ്റ്, അത് രണ്ടാമത്തെ ഇന്റർപ്രിട്ടേഷൻ ആണ്. ഒന്നാമത്തെ ഓഡിയൻസിന് ഇത് ഫസ്റ്റ് ആയിട്ട് കിട്ടിയ അനുവാചകർ എങ്ങനെയാണ് അത് മനസ്സിലാക്കിയത്, അത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. അതിനുശേഷം ഇന്നത്തെ ഓഡിയൻസിന് അതെങ്ങനെ അത് പ്രയോജനപ്പെടുത്താം, അല്ലെങ്കിൽ ഇന്നത്തെ ഓഡിയൻസിന് അത് എത്രമാത്രം പ്രസക്തമാണ് എന്നുള്ളതാണ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ഒബ്സർവ് ചെയ്യാനും അപ്ലൈ ചെയ്യാനും അത് കണ്ടെത്താനുമാണ് ധൃതിപ്പെടാറ്. പക്ഷെ ഇതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാനായിട്ട് നമ്മൾ പലപ്പോഴും ശ്രമിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ശുശ്രൂഷകളൊക്കെ ശുഷ്കമായിട്ടും കൃത്യമായി ദൈവാത്മാവ് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാതെ പോകാനിടയാകും. എന്നാൽ ഈ 3 പടികളിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ തീർച്ചയായും തിരുവെഴുത്ത് ഉള്ളതുപോലെ തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഈ ഔട്ട്ലൈൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഡിയൻസിന് ഇത് മനസ്സിലായത് ഇങ്ങനെയാണ്. അപ്പൊ അതാണ് ഇന്റർപ്രിട്ടേഷൻ. ആദ്യം നമ്മളത് ഒബ്സർവ് ചെയ്തു ടെക്സ്റ്റ്. ആ ടെക്സ്റ്റ് ഒബ്സർവ് ചെയ്തപ്പോൾ ചില ത്രെഡ്, ചില സത്യങ്ങൾ നമ്മുടെ മനസ്സിൽ കുടുക്കി. അതിൽ നിന്ന് നമ്മൾ വീണ്ടും ഒന്നാമത്തെ ഓഡിയൻസിന് ഇത് തന്നെയാണോ മനസ്സിലായത് എന്നറിയാനായിട്ട് അതിന്റെ അർത്ഥം ഓരോരോ വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. അപ്പോൾ കടന്നുപോയപ്പോൾ ആ 25 വാക്യങ്ങളും വായിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഫസ്റ്റ് ഓഡിയൻസിന് ഇതാണ് മനസ്സിലായത്. ഇനി അപ്പോ ഇന്ന് ജീവിക്കുന്ന നമുക്കിത് എങ്ങനെ പ്രസക്തമാണ്? അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് സത്യങ്ങൾ പ്രകാശിപ്പിച്ച് നൽകും. നാഗൽ സാഹിബിന്റെ മനോഹരമായ പാട്ടിൽ നമ്മൾ പാടി, ആ സത്യത്തിന്റെ പ്രകാശനം നൽകണം. മൂടലും മങ്ങലും ഒന്നുമില്ല ഇന്ന്, കാരണം ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും തിരുവെഴുത്തുകൾ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രകാശനം നമുക്ക് നൽകും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ സൂര്യന്റെ വെളിച്ചം എപ്പോഴും നമുക്ക് അവൈലബിൾ ആണ്. സൂര്യൻ എപ്പോഴും ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്നു. എന്നാൽ ഇപ്പോൾ നമുക്കത് അവൈലബിൾ അല്ല. കാരണം നമുക്കറിയാം ഇപ്പോൾ അതിനൊരു തടസ്സമുണ്ട്. ഇതേപോലെ ദൈവാത്മാവിന്റെ പ്രവർത്തനം എപ്പോഴും അവൈലബിൾ ആണ്. പക്ഷേ നമ്മിൽ വരുന്ന ചെറിയ ചെറിയ തെറ്റുകൾ ആ ഊഷ്മളത ആസ്വദിക്കുന്നതിൽ നമ്മെ പിൻവലിക്കും എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും ചിലപ്പോ ആത്മാർത്ഥമായിട്ട് വചനത്തിന്റെ മുമ്പാകെ ഇരിക്കുന്നുണ്ടാകും, പക്ഷെ ഒന്നും പ്രകാശിച്ച് കിട്ടുന്നില്ല. അപ്പോഴാണ് നമ്മൾ കുറുക്കുവഴികളൊക്കെ തേടാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷെ ശരിയായ പാതയിലൂടെ പോവുകയാണെങ്കിൽ കർത്താവ് എന്താ എനിക്ക് പ്രകാശനം ലഭിക്കാൻ? അപ്പൊ നീ ഇന്ന് ഭാര്യയോട് കോപിച്ചു, നീ സോറി പറഞ്ഞിട്ടില്ല, യെസ്. അപ്പൊ അത് വേഗം തന്നെ നിരപ്പ് പ്രാപിച്ചു. അപ്പൊ പ്രകാശനം നമുക്ക് വരും. ഇന്ന് അമിതമായ രീതിയിൽ നീ തെറ്റായ ചിന്തകളെ എന്റർടൈൻ ചെയ്തു, പാപം ചെയ്തു പോയി, യെസ്, ഞാനത് ഏറ്റു പറഞ്ഞ് നിരപ്പ് പ്രാപിച്ചിട്ടില്ല, അത് നിരപ്പ് പ്രാപിച്ചു. അപ്പോൾ കൂടുതൽ പ്രകാശനം. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ ഒരു നിർമ്മല മനസാക്ഷി, കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആവുക. എന്ന് വെച്ചാൽ ഒരു നിർമ്മല ഹൃദയം സൂക്ഷിക്കുക. അങ്ങനെയുള്ള ഒരു നിർമ്മല മനസാക്ഷി സൂക്ഷിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രകാശനം ലഭിക്കും. അങ്ങനെ എനിക്ക് ലഭിച്ച പ്രകാശനമാണ് നമ്മൾ ഈ കഴിഞ്ഞ 6 ക്ലാസ്സുകളിലായിട്ട് ചിന്തിക്കാനിടയായിട്ട് തീർന്നത്. സത്യവിശ്വാസം മുറുകെ പിടിച്ച് വിശ്വസ്തരായവർ, അവരുടെ 4 പ്രത്യേകതകൾ. അതാണ് ഇന്നത്തെ ഓഡിയൻസിന് ആവശ്യമായിട്ട് ഈ ലേഖനം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ ഇടയായിട്ട് തീർന്നു. ഒന്ന്, സുരക്ഷിതരാണ്. എങ്ങനെ ഇത് മനസ്സിലായത് എന്നുള്ളത് ആദ്യത്തെ 2 വാക്യങ്ങളിൽ നിന്ന് പറയാനിടയായിട്ട് തീർന്നു. ഒരു യജമാനനുണ്ട്, സൂക്ഷിക്കപ്പെട്ടവരാണ്. അപ്പോൾ സുരക്ഷിതത്വത്തെ കുറിച്ച് പറഞ്ഞു. 3-4 വാക്യത്തിൽ നിന്ന് അനുസരണമുള്ളവരാണ് എന്നുള്ളത് ചിന്തിച്ചു. അത് അനുസരിക്കാത്ത ദുരുപദേഷ്ടാക്കന്മാരും ദൈവാത്മാവിന്റെ പ്രേരണയ്ക്ക് കീഴ്പ്പെടുന്ന എഴുത്തുകാരനായ യൂദയും, അതിൽ നിന്ന് അനുസരണമുള്ളവരായിരിക്കും വിശ്വസ്തരായവർ എന്ന് പഠിക്കാൻ സാധിച്ചു. അതിനുശേഷം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ അത് ചരിത്രത്തിലേക്ക് യൂദ കൊണ്ടുപോവുകയാണ്. അനുവാചകരെ പഴയ ഇസ്രായേൽ ജനത്തിന് സംഭവിച്ച, ദൂതന്മാർക്ക് സംഭവിച്ച, സോദോം ഗോമോറയ്ക്ക് സംഭവിച്ച പരാജയത്തിലേക്ക് അവരെ കൊണ്ടുപോവുകയാണ്. അപ്പൊ അതിൽ നിന്നാണ് ഓർക്കുക എന്നുള്ള ക്രിയാപദം എന്റെ മനസ്സിലേക്ക് വന്നു. ഒടുവില് 8 മുതൽ 25 വരെ വായിക്കുമ്പോൾ ആദ്യത്തെ 16 വാക്യങ്ങൾ 8 മുതൽ 16 വരെ തെറ്റായ ഉപദേശത്തിന്റെ അപകടം. അത് തെറ്റായ ഉപദേശം എന്താണെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നെ എങ്ങനെ നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. തെറ്റായ ഉപദേശത്താൽ സ്വാധീനിക്കപ്പെട്ടവരുടെ പ്രവൃത്തി. നമുക്കറിയാം, നാം എന്ത് വിശ്വസിക്കുന്നു അതനുസരിച്ച് നമ്മുടെ പ്രവൃത്തി ഉണ്ടാവാം. അപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച എക്സാമ്പിൾ പറഞ്ഞു, ഇത്രയും പേര് വന്നത് ദൈവസഭയിൽ
ക്രമീകരിക്കപ്പെടുന്ന ഏത് മീറ്റിങ്ങും, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അത് ദൈവത്തിനെ ഉപേക്ഷയായിട്ട് വിചാരിക്കരുത് എന്നുള്ള കൽപ്പനയുണ്ട്. അത് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അതനുസരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതുപോലെ തന്നെ തിരുവെഴുത്തുകൾ നാം ഈ ഭാഗത്ത് 8 മുതൽ 16 വരെ വായിച്ചപ്പോൾ അവിടെയുള്ള അവരുടെ പ്രവൃത്തികൾ അവരെന്ത് വിശ്വസിക്കുന്നുവോ അതിന്റെ പ്രതിഫലനമാണ്. അതാണ് 8 മുതൽ 16 വരെ നമ്മൾ വിശദമായിട്ട് ചിന്തിക്കാൻ ഇടയായിട്ട് തീർന്നത്. ഇന്ന് 17 മുതൽ 22 വരെ വായിക്കുമ്പോൾ 17 മുതൽ 22 വരെ വായിക്കുമ്പോൾ ശരിയായ ഉപദേശത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്താണ് ശരിയായ ഉപദേശത്തിന്റെ പ്രാധാന്യം എന്നുള്ളത് നമ്മൾ ഓർക്കാനിടയായിട്ട് തീർന്നു. അത് മറ്റൊന്നുമല്ല, വിശ്വാസത്താൽ നടക്കുക എന്നുള്ളതാണ്. വിശ്വാസത്താൽ നടക്കുക. വിശ്വാസത്താൽ നടക്കുക എന്ന് പറയുമ്പോൾ അതിനുശേഷം 24-25 നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഇന്ന് ദൈവിക പരിജ്ഞാനത്തിന്റെ പ്രയോജനമാണ്. അതോടുകൂടെ നമ്മുടെ പാഠം അവസാനിക്കും. കഴിഞ്ഞ ആഴ്ച പറയാൻ വിട്ടുപോയ ചില കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചേ ഉള്ളൂ, അത് സ്ലൈഡിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയി. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ശരിയായ ഉപദേശത്തിന്റെ പ്രാധാന്യമാണ്. ശരിയായ ഉപദേശത്തിന്റെ പ്രാധാന്യം. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു വിശ്വാസത്താൽ നടക്കുക എന്നുള്ളതാണ് ശരിയായ ഉപദേശത്തിന്റെ പ്രാധാന്യം. അതെങ്ങനെയാണെന്നുള്ളത് കഴിഞ്ഞ ആഴ്ച ഓർപ്പിക്കാൻ ഇടയായിട്ട് തീർന്നു. ഈ പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇംഗ്ലീഷിലും മൂലഭാഷയിലും ബട്ട് എന്ന കൺജങ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. നിങ്ങളോ പ്രിയരെ എന്നാണ് മലയാളത്തിൽ, എന്നാൽ മൂലഭാഷയിലും ഇംഗ്ലീഷിലും ഇപ്പോൾ ഞാൻ NASB KJV നിങ്ങൾ നോക്കിയാലും അത് NIV ആയാലും ഒക്കെ ബട്ട് എന്നുള്ള ഒരു പദമാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ബട്ട് എന്നുള്ള പദം നമുക്കറിയാം, അത് വിപരീത ആശയങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. വിപരീത ആശയങ്ങൾ. അപ്പൊ ഇവിടെ എന്താ വിപരീത ആശയം എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിക്കാൻ ഇടയായിട്ട് തീർന്നു. 8 മുതൽ 16 വരെ തെറ്റായ ഉപദേശത്തിന്റെ അപകടം, അഥവാ തെറ്റായ ഉപദേഷ്ടാക്കന്മാരുടെ പ്രവൃത്തികളാണ് പറയുന്നത്. 17 മുതൽ 23 വരെ ശരിയായ ഉപദേശത്തിന്റെ അല്ലെങ്കിൽ ഉപദേശം മൂലമുണ്ടാകുന്ന ജീവിതത്തിന്റെ ചില പ്രതിഫലനങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ രണ്ട് വൈരുദ്ധ്യങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യിക്കാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് ഉപയോഗിച്ച പദമായിട്ട് അത് ഇരിക്കുന്നു. ഗ്രാമറിലെ വ്യാകരണ നിയമം അപ്ലൈ ചെയ്തതാണ്. അപ്പൊ നമുക്കത് അങ്ങനെയാണ് ഈ തലക്കെട്ട് കൊടുത്തത്, ശരിയായ ഉപദേശത്തിന്റെ പ്രാധാന്യം. അപ്പൊ ശരിയായ ഉപദേശത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, തെറ്റായ ഉപദേശത്തിന്റെ പ്രാധാന്യം നമ്മൾ ചിന്തിച്ചത് കാഴ്ചയാൽ നടക്കുക എന്നുള്ളതാണ്. കാഴ്ചയാൽ നടക്കുക സമം ജഡത്തിനും മനോവികാരങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഒരു വിശ്വാസി ജീവിക്കുക. എന്നാൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ശരിയായ ഉപദേശത്തിൽ. ശരിയായ ഉപദേശം എന്ന് പറയുമ്പോൾ പ്രാധാന്യം എന്ന് പറയുമ്പോൾ വിശ്വാസത്താൽ നടക്കുകയാണ്. അപ്പൊ വിശ്വാസത്താൽ നടക്കുക എങ്ങനെയാണെന്നുള്ളത് കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചു. ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം അത് നമ്മൾ പാലിക്കേണ്ട അതിപ്രധാനമായൊരു പാഠമാണ്. വിശ്വാസത്താൽ നടക്കുക എന്ന് പറയുന്നത്, വിശ്വാസം നമ്മിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ദൈവവചനത്തിന്റെ കേൾവിയാണ്. റോമർ 10:17 മനപ്പാഠം ആക്കേണ്ട ഒരു വാക്യമാണ്. വിശ്വാസം കേൾവിയാലാണ്. കേൾവി ക്രിസ്തുവിന്റെ വചനത്താലാണ് വരുന്നത്. അപ്പൊ അനുദിനം ദിവസവും എത്ര തിരക്കുണ്ടെങ്കിലും നാം നിശ്ചിത സമയം മാറ്റിവെച്ച് ഈ തിരുവഴുത്തുകളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുന്ന സത്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അപ്പൊ അങ്ങനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം അതിന്റെ ആശയങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരും. അതാണ് ശബ്ദം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ദിനംതോറും ചെയ്യുമ്പോൾ വിശ്വാസം നമ്മിൽ ഉൽപ്പാദിപ്പിക്കും. ഇങ്ങനെ ഒരു വിശ്വാസം ചെയ്യുന്നില്ലെങ്കിലും രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, സഭയിൽ ഇങ്ങനെ പോകുന്നു, എല്ലാ മീറ്റിങ്ങിലൊക്കെ വരുന്നു, പക്ഷെ ഈ അടിസ്ഥാനപരമായി ഈ പ്രക്രിയ അവനിൽ നടക്കുന്നില്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഒരിക്കലും വിശ്വാസത്തിൽ വളരുവാൻ സാധിക്കുകയില്ല. മറിച്ച് ഒരു വലിയൊരു അപകടമുണ്ട്. കാഴ്ചയാൽ ജീവിക്കുന്നവനായിട്ട് അവൻ തീരും. അവനിഷ്ടം വിശ്വാസത്താൽ നടക്കുകയോ വെളിച്ചത്തിൽ നടക്കുകയോ വെളിച്ചത്തിന്റെ ഗുണഗണങ്ങളെ സ്വീകരിക്കുകയോ അവനൊരിക്കലും ഇഷ്ടമാവുകയില്ല. അവന് ഏറ്റവും ഇഷ്ടം അല്ലെങ്കിൽ അവൾക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ഇരുളിന്റെ പ്രവൃത്തികളായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൗലോസിന്റെ വാക്ക് കടമെടുത്താൽ ജഡത്തിനും മനോവികാരങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്ത് ജീവിക്കാനിടയായിട്ട് തീരും. അപ്പൊ ഈ അപകടത്തെ കുറിച്ച് നാം ബോധവാന്മാരാകേണ്ടതാണ് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനുദാഹരണമായിട്ട് പറഞ്ഞത് വളരെ എഫക്റ്റീവായിട്ട് വേല ചെയ്ത വ്യക്തികളാണ് പൗലോസും ബർന്നബാസും. പൗലോസ് എടുക്കും. എന്തുകൊണ്ടാണ് തനിക്ക് ഇത്രയും എഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിച്ചത്? അതിന്റെ സീക്രട്ട് അവരുടെ അടിസ്ഥാനത്തിൽ തന്നെ അപ്പോസ്തല പ്രവൃത്തി 13:2 നമ്മൾ എഴുതിയത് ഞാൻ അവസാനം വേഗത്തിൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞുപോയി. അവരെ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി വേർതിരിക്കുക എന്ന്. വിളിച്ചിരിക്കുന്ന വേല. അപ്പോ ആ വിളി അവർക്ക് കൃത്യമായി. അപ്പൊ എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്? ദിനംതോറും ദൈവത്തിന്റെ ശബ്ദം
തിരുവെഴുത്തുകളിലൂടെ കേൾക്കാൻ, അല്ലെങ്കിൽ അന്ന് കാലത്ത് തിരുവെഴുത്തുകളില്ല, തിരുവെഴുത്തുകളുടെ ചുരുളുകൾ വളരെ വിരളമാണ്. എന്നാൽ അന്നത്തെ ദൈവത്തിന്റെ അരുളപ്പാടിന്റെ മാധ്യമം എന്താണോ അത് കേൾക്കുന്നവരായിരുന്നു പൗലോസ്. അതുകൊണ്ട് അവൻ വിശ്വാസത്താൽ ജീവിക്കാൻ സാധിച്ചു. അവന്റെ ജീവിതം ഫലകരമായി തീർന്നു. ഇന്നും വേറൊരു ബദൽ ദൈവം വെച്ചിട്ടില്ല. ആരൊക്കെ അതിന് മനസ്സ് വെക്കുന്നോ അവർക്കത് സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇനി ആ വിശ്വാസത്താൽ ജീവിക്കുന്നതിന്റെ ചില ലക്ഷണങ്ങളാണ് 17 മുതൽ 23 വരെയുള്ളത്. അത് ഞാൻ ഒന്ന് ഓടിച്ച് പറഞ്ഞു പോകാം. ഒന്നാമത്തെ ആശയം എന്ന് പറയുന്നത് അതിന്റെ 17ാമത്തെ വാക്യത്തിൽ ആ ബട്ട് എന്ന് തന്നെയാണ്. അതിന്റെ ഒന്നാമത്തെ ആശയം ഞാനത് ഇടാൻ വിട്ടുപോയി. വേർപെട്ടിരിക്കുക എന്നുള്ളതാണ്. വേർപെട്ടിരിക്കുക. 17ഉം 20ലും ബട്ട് എന്നുള്ള പദം ആവർത്തിക്കുന്നുണ്ട്. ഇംഗ്ലീഷിലാണ്, മലയാളത്തിലില്ല. നിങ്ങളോ എന്നാണ് 17 20 അപ്പൊ വേർപെട്ടിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷണം വിശ്വാസത്താൽ ജീവിക്കുന്നതിന്റെ. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തെറ്റായ ഉപദേശത്തിന്റെ അപകടത്തെ കുറിച്ചാണല്ലോ ആദ്യം ഇതിന് തൊട്ടു മുൻപിൽ 16 വരെ പറയുന്നത്. ശരിയായ ഉപദേശത്തിന്റെ പ്രാധാന്യമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അവരോട് പറയാണ് നിങ്ങളോ ബട്ട് യു ബിലവഡ് എന്നാണ് പറയുന്നത്. അപ്പോ നിങ്ങളോ എന്ന് അവർ എടുത്തു പറയുമ്പോൾ മറ്റുള്ളവർ എന്നുള്ളൊരു ധ്വനി അവിടെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങളും മറ്റുള്ളവരും ഒരു വേർതിരിവ് അവിടെ വരികയാണ്. അപ്പൊ അവിടെ നിന്നൊരു സത്യം നമുക്ക് പഠിക്കാൻ സാധിക്കും. വേർപെട്ടിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരു വേർപാട്, സകലത്തിലും ഒരു വേർപാട് നമ്മൾ പാലിക്കേണ്ടത് ആവശ്യമാണ്. നമ്മളെ കാണുന്നവർ, നമ്മുടെ ജോലി സ്ഥലത്തായാലും നമ്മുടെ സഭയിലായാലും നമ്മുടെ അയൽവക്കത്തായാലും ഒക്കെ നമ്മളെ കാണുന്നവർ ഇവരിലൊരു വ്യത്യസ്തത ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. കൂടുതൽ ഞാനത് വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ ലക്ഷണമായിട്ട് കാണുന്നത് 17ാം വാക്യത്തിൽ തന്നെയാണ്. നിങ്ങളോ പ്രിയരെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ വാക്കുകളെ ഓർക്കുവിൻ. അപ്പൊ ഓർക്കുക എന്നുള്ള പദം, ഓർക്കുക. എന്താ ഓർക്കേണ്ടത്? അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ വാക്കുകൾ ഓർക്കുക. അപ്പൊ രണ്ടാമത്തെ പാഠം വിലമതിക്കുക എന്നുള്ളതാണ്. വിശ്വാസത്താൽ ജീവിക്കുന്നതിന്റെ രണ്ടാമത്തെ ലക്ഷണം അവർ വിലമതിക്കുന്നവരായിരിക്കും. എന്തിനാ വിലമതിക്കുന്നത്? നമ്മളിവിടെ പറഞ്ഞു, മുൻ പറഞ്ഞ വാക്കുകളെ ഓർക്കുക. അപ്പൊ കർത്താവിന്റെ ആ വചനങ്ങളെ വളരെ വിലമതിക്കുന്നവരായിരിക്കും വിശ്വാസത്താൽ ജീവിക്കുന്നവർ. അതാണ് അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ വാക്കുകൾ ഓർക്കുക എന്നുള്ളതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് പറഞ്ഞപ്പോ ഇങ്ങനെ തന്നെ പറഞ്ഞു പോകുമ്പോഴേ ഒരു ഇതുണ്ടാവില്ല. അപ്പൊ ശരിക്കും നമുക്ക് ദൈവവചനം ധ്യാനിച്ച ചില ആശയങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് സ്പാർക്ക് ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ സമയം പരിമിതമാണെങ്കിലും ഞാനൊന്ന് അതും കൂടെ പറഞ്ഞു മുന്നോട്ട് പോകാം. കുറച്ച് നാളുകൾക്ക് മുൻപ് ഞാനിത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രഭാതത്തിൽ ദൈവവചനം ധ്യാനിച്ചപ്പോൾ ഈ ഓർക്കുക, അതായത് വിലമതിക്കുക എന്നുള്ള ആശയം, മുൻ പറഞ്ഞ വാക്കുകൾ ഓർക്കുക എന്നുള്ളത് അപ്പോസ്തലനായ പൗലോസിനോടുള്ള ബന്ധത്തിൽ, പ്രത്യേകിച്ച് എഫെസോസ് സഭയോടുള്ള ബന്ധത്തിൽ പറഞ്ഞത് എൻ്റെ മനസ്സിലേക്ക് വന്നു. 3 വർഷമാണ് അപ്പോസ്തലനായ പൗലോസ് എഫെസോസിൽ വേല ചെയ്തത്. 3 വർഷം. അപ്പോൾ ഏകദേശം രാവിലെയും വൈകിട്ടും 2 ശുശ്രൂഷകൾ, 2 ക്ലാസ്സുകൾ അവിടെയുള്ള സഭയ്ക്ക് ലഭിച്ചു. അപ്പോൾ ഏകദേശം ഒരു 2000 പ്രസംഗങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്ക് കൂട്ടാം. നിങ്ങൾ കണക്ക് കൂട്ടി നോക്കി ഏകദേശം ഒരു 2000 പ്രസംഗങ്ങൾ പൗലോസിന്റെ ശരിക്കും എൻജോയ് ചെയ്ത സഭയാണ് എഫെസോസ് സഭ. അത് എടുത്ത് വായിക്കണമെന്നില്ല. അപ്പോസ്തല പ്രവൃത്തി 20 മൂപ്പന്മാർക്ക് വിടവാങ്ങൽ സന്ദേശം കൊടുക്കുന്ന ഭാഗത്താണ് നമ്മൾ ഈ കാര്യം വായിക്കുന്നത്. ഈ 2000 പ്രസംഗമൊന്നും വായിക്കുന്നില്ല. അവിടെ 3 വർഷത്താണ് അവിടെ ശുശ്രൂഷിച്ചതായിട്ടും രാവിലെയും വൈകിട്ടും ദൈവവചനം പറഞ്ഞതായിട്ടും നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ ഏകദേശം 2000 പ്രസംഗം. അപ്പോൾ അതിന്റെ വർഷം എന്ന് പറയുന്നത് AD 57 AD 57. 3 വർഷം കഴിഞ്ഞു എഫേസ്യർക്ക്, ഈ എഫേസ്യർ എന്ന് പറയുന്നത് എഫെസോസ് തന്നെയാണല്ലോ. അപ്പൊ എഫെസോസിലുള്ള സഭ, അപ്പൊ എഫേസ്യർ എന്ന് നമ്മൾ പറയുന്നു. ആ എഫെസോസിലുള്ള സഭയ്ക്ക് ഒരു ലേഖനം എഴുതി. എന്തു ആഴത്തിലുള്ള ലേഖനമാണത് അല്ലെ, എഫേസ്യ ലേഖനം. അതിന്റെ ആദ്യത്തെ വാചകം തന്നെ ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ എത്ര രസമായിട്ട് സ്വർഗത്തിലെ സകലാത്മിക അനുഗ്രഹങ്ങളാലും ക്രിസ്തു യേശു അനുഗ്രഹിച്ചിരിക്കുന്ന എന്ന് പറഞ്ഞ് അത് ഗ്രീക്ക് ഭാഷയിൽ അങ്ങനെയാന്ന് പറയുന്നത്. ഒറ്റ സെന്റൻസ് ആണ്. അതില് മുന്നറിവ്, തിരഞ്ഞെടുപ്പ്, ദത്തെടുപ്പ്, വീണ്ടെടുപ്പ്, രക്ഷയിലടങ്ങിയിരിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ, ക്രിസ്തുവും സഭയുമായിട്ടുള്ള ആ മർമ്മം. അപ്പോ ഈടുറ്റൊരു ലേഖനം ഉൾക്കൊള്ളാനുള്ള ശേഷി ആർക്കുണ്ടായിരുന്നു?
എഫെസോസ് സഭയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ 3 വർഷം 2000 പ്രസംഗം പൗലോസിന്റെ കേട്ട് ആ സഭയ്ക്ക് ഏകദേശം 3 വർഷം കഴിഞ്ഞപ്പോൾ എഴുതി. അപ്പോൾ അവർക്ക് തൻ്റെ ആ ശുശ്രൂഷ വളരെ പ്രയോജനപ്പെട്ട് അവർ കരുത്തരായി തീർന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പക്ഷേ വർഷങ്ങൾ പലത് കഴിഞ്ഞു. എഫേസ്യർക്ക് 2-ാമത്തെ ലേഖനം എഴുതി. എഫേസ്യർക്ക് 2-ാമത്തെ ലേഖനം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എഫേസ്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ബൈബിളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എഫേസ്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എഫെസോസ് സഭയുടെ ദൂതനെ ഒരു എഴുത്തെഴുതുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അതിനെയാണ് എഫേസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം എന്ന് ഞാൻ വിളിച്ചത്. ആ ലേഖനത്തിന്റെ 4-ാമത്തെ വാക്യം എനിക്ക് അറിവുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകാം. എങ്കിലും വെളിപ്പാട് 2:4 എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയുവാനുണ്ട്. 2:1 വ്യക്തതയ്ക്ക് വേണ്ടി പറയുകയാണ്, എഫെസോസിലെ സഭയുടെ ദൂതനെ എഴുതുക. അപ്പൊ വെളിപ്പാട് 2:1 AD 95 അപ്പൊ AD 60 തൊട്ട് 95 വരെ എത്ര വർഷങ്ങൾ കഴിഞ്ഞു? എന്താണ് ആ സഭയുടെ അവസ്ഥ എന്നറിയാമോ? എല്ലാ ആക്ടിവിറ്റീസുകളും ഉണ്ട്. പരസ്യയോഗം ഉണ്ടോ, ഭവന സന്ദർശനം ഉണ്ടോ, ക്യാമ്പുകൾ നടക്കുന്നുണ്ടോ, എല്ലാം ഉണ്ട്. പക്ഷേ ഇതൊക്കെ ആർക്കു വേണ്ടി ചെയ്യണമെന്ന് വെച്ചാൽ ആ വ്യക്തി ഈ പ്രവർത്തനങ്ങളെ നോക്കി കമന്റ് ചെയ്യണത് എന്താണെന്നറിയാമോ? എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. നീ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും എന്നോടുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലല്ല. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് വിലമതിക്കുക എന്നുള്ളതാണ്. അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ വാക്കുകളെ വിലമതിക്കുക. 2000-ത്തിലധികം സന്ദേശങ്ങൾ എഫെസോസിലെ സഭയ്ക്ക് ലഭിച്ചു. അപ്പോൾ അവർ കരുത്തരായി തീർന്നു. കാലങ്ങൾ കഴിഞ്ഞു. ദിനംതോറും വിശ്വാസം ഉൽപ്പാദിപ്പിക്കപ്പെടാനായിട്ട് ഈ വചനത്തിന്റെ കേൾവി ഇല്ലാതെയായി. അപ്പോൾ എന്ത് സംഭവിച്ചു? അവർ ചുറ്റും നോക്കിയപ്പോൾ പ്രവർത്തനങ്ങളൊക്കെ ചെയ്താൽ ആ സഭ വളരെ ആക്റ്റീവായ സഭയാണ്. അങ്ങനെ കഴമ്പില്ല അകത്ത്, പക്ഷെ ബാഹ്യപരമായ എല്ലാ കാര്യങ്ങളുണ്ട്. കർത്താവ് നേരിട്ട് അവരോട് പറയാണ്, 2-ാമത്തെ നിന്റെ ലേഖനത്തിലെ നിനക്ക് എന്നോട് സ്നേഹമില്ല. ഇനി അതത്ര ഗൗരവമായിട്ട് നമുക്ക് തോന്നുന്നുണ്ടോ? ഞാനിത് പ്രാവശ്യം ധ്യാനിച്ചപ്പോൾ അത് ഗൗരവമായിട്ടിരിക്കും. ആദ്യത് ഗൗരവമായിട്ടാ, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. പക്ഷെ അതിന്റെ അടുത്ത വാക്യം വായിച്ചപ്പോൾ ഞാൻ ഞെട്ടി മീൻസ് ഗൗരവം എനിക്ക് മനസ്സിലായി. അതിനാണ് ഞാൻ ഞെട്ടി എന്ന് പറഞ്ഞത്. 5-ാമത്തെ വാക്യം വായിച്ചു, വെളിപ്പാട് 2:5 നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെടുക, എന്നിട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അതായത് സ്നേഹമുള്ളവനായിട്ട്. അപ്പൊ ഏതിൽ നിന്ന് വീണിരിക്കുന്നു, അപ്പൊ എന്താ അതിന്റെ അർത്ഥം? നമുക്കറിയാം. അപ്പോ നാളെ നിങ്ങൾ എന്നെ കുറിച്ച് കേൾക്കാണ്, ഇയാള് ഒരു പാപത്തിൽ വീണു, കൂട്ടായ്മയിൽ നിന്ന് മാറ്റപ്പെട്ടു. അപ്പൊ നിങ്ങൾക്ക് എന്തായിരിക്കും എന്നെ കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ തോന്നാം? ഭയങ്കര വളരെ നല്ലൊരു വ്യക്തി, അങ്ങനെയൊക്കെയാണ് തോന്നാം. ഒരിക്കലല്ല, എന്തൊക്കെയായിരുന്നു ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു നെഗറ്റീവ് ഇമേജ് ആയിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് വരും. അതേ സെൻസാണ് ഇവിടെ പറയുന്നത്. എന്നെ നിങ്ങളെ കുറിച്ച് പറയുകയാണ്, ആദ്യ സ്നേഹം ആർക്കൊക്കെ അവനോട് വിട്ട് കളഞ്ഞിട്ടുണ്ടോ, ബാഹ്യപരമായ ആക്ടിവിറ്റികളിൽ മാത്രമാണോ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? അങ്ങനെയെങ്കിൽ പറയുകയാണ്, നീ വീണുപോയി. നാം ഒരു വ്യക്തി പാപത്തിൽ വീണുപോയി എന്ന് പറയുമ്പോൾ എത്ര ചളിപ്പോടുകൂടിയാണോ, എത്ര എന്താ പറയാ, അവജ്ഞയോടുകൂടിയാണോ നമ്മൾ വീക്ഷിക്കുന്നത്, അതേ ഗൗരവമാണ് കർത്താവിനോട് നമുക്ക് ആന്തരികമായി സ്നേഹമില്ലെങ്കിലും എന്നുള്ളത്. അവനെ വിലമതിക്കുക എന്നുള്ളതിന്റെ ആ ആഴം മനസ്സിലാക്കാനായിട്ട് ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. 3-ാമതായിട്ട് പ്രിയമുള്ളവരെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. പ്രിയരെ എന്നുള്ള പദം നാം വായിക്കുന്നു 17-ാം വാക്യത്തിൽ തന്നെ. 20-ൽ നാം അത് കാണും. അപ്പൊ അതിൽ നിന്നൊരു കാര്യം നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കുന്നത് വിലയറിയുക എന്നുള്ളതാണ്. വിലയറിയുക. 1-ാമത് വേർപെട്ടിരിക്കുക, ബട്ട് എന്നുള്ള പദത്തിൽ നിന്ന് നമുക്കത് പഠിക്കാം. 2 വിലമതിക്കുക, ഓർക്കുവിൻ എന്നുള്ള പദത്തിൽ നിന്ന് നമുക്കത് പഠിക്കാം. 3-ാമത് വിലയറിയുക, പ്രിയരെ എന്നുള്ളത്. അത് ഓൾറെഡി മുൻപ് നമ്മൾ ചിന്തിച്ചതാ. ഈ പ്രിയരെ എന്നുള്ള പദം മുൻപ് ആവർത്തിച്ചു വന്നിരുന്നു. പ്രിയനായവനിൽ നമ്മെ അവൻ പ്രിയരാക്കി മാറ്റി. അങ്ങനെ പ്രിയരാക്കി മാറ്റിയത് 1 പത്രോസ് 1:18-19 വായിച്ച 20 വായിച്ച നമുക്കറിയാം. വലിയൊരു പ്രയത്നം അതിന് പിറകിലുണ്ടായിരുന്നു. പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, നിർദോഷവും നിഷ്കളങ്കുഞ്ഞ വിലയേറി. അപ്പൊ വിലയേറി എന്നുള്ള പദം സൂചിപ്പിക്കുന്നത് വലിയൊരു പ്രയത്നം അപ്രിയരായ നമ്മെ പ്രിയരാക്കാൻ. അപ്പൊ ആ വിലയേറിയ കർത്താവിന്റെ അധ്വാനത്തിന്റെ മഹത്വം നാം തിരിച്ചറിയുമ്പോൾ നാം തീർച്ചയായിട്ടും വിശ്വാസത്താൽ നടക്കാനായിട്ട് ഇടയായിട്ട് തീരും. 4-ാമതായിട്ട് നാം വായിക്കുന്നത്
20-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ ആത്മീക വർധന വരുത്തുക. അപ്പോ ആത്മീക വർധന വരുത്തുക എന്നുള്ളത് അർത്ഥമാക്കുന്നത് വളരുക എന്നുള്ളതാണ്. വേർപെട്ടിരിക്കുക, വിലമതിക്കുക, വിലയറിയുക, വളരുക. വളരുക എന്നുള്ളതാണ് ആത്മീക വർധന വരുത്തുക എന്നുള്ളത് കൊണ്ട് അർത്ഥം. അത് പറയാൻ കാരണം എന്താണെന്ന് അറിയാമോ? ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മൂലഭാഷയിൽ നമ്മളറിയാലോ, നേരത്തെ ഞാൻ പറഞ്ഞു, ഈ ഫസ്റ്റ് ഓഡിയൻസിന് മനസ്സിലാവുന്നത് ഇന്റർപ്രിട്ടേഷനിലൂടെയാണ്. ഇപ്പൊ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ നമ്മൾ പല കമന്ററീസുകളും മറ്റൊക്കെ പരിശോധിക്കും. അപ്പൊ അങ്ങനെ ഞാൻ പരിശോധിച്ചപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആത്മീക വർധന എന്നുള്ളത് ഒരു കെട്ടിടപ്പണിക്ക് സമാനമായിട്ടുള്ള ഒരു വാക്കാണ്. അപ്പോൾ ആ ഓഡിയൻസിന്, ആദ്യത്തെ ഓഡിയൻസിന് ഇത് മനസ്സിലാവും. ആത്മീക വർധന വരുത്തുക എന്ന് വെച്ചാൽ ഒരു കെട്ടിടത്തിലെ പണി എങ്ങനെയാണോ, ഒറ്റടിക്ക് ഒരു സ്വിച്ച് ഇട്ടു അപ്പതേ വന്നു കെട്ടിടം, അങ്ങനെയാണോ കെട്ടിടം പണിയുന്നത്? കെട്ടിടം പണിയുന്നത് അങ്ങനെയല്ല, നമുക്കറിയാം. ഘട്ടം ഘട്ടമായിട്ടാണ്. ആത്മീക വർധന എന്ന് പറയുന്ന പ്രോസസ്സും ഒറ്റടിക്ക് നമ്മൾ വളരെ അതിവിശുദ്ധരായിട്ട് തീരുകയൊന്നുമില്ല. അതും വീണും എഴുന്നേറ്റും നീതിക്കായൊരു വിശപ്പും ദാഹമുള്ളവരായി ദിനംതോറും തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നിരപ്പ് പ്രാപിച്ച് പോകുമ്പോഴാണ് വിശുദ്ധിയെ തികച്ച് മുന്നേറാൻ നമുക്ക് സാധിക്കുക. അപ്പൊ ഇവിടെ ആത്മീക വർധന വരുത്തുക എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ഒരു കെട്ടിടപ്പണിയുടെ സാദൃശ്യമാണ്. ഞാൻ എടുത്ത് വായിക്കുന്നില്ല. ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞു, ലൂക്കോസ് 6:48, മത്തായിലാണ് അത് കാണുന്നത്. അത് തന്നെ ലൂക്കോസിന്റെ വേർഷനിൽ വരുമ്പോൾ ലൂക്കോസ് 6:48 അവിടെ നാം പറയുന്നത് പണിയെക്കുറിച്ച്, മണലിന്മേലും പാറമേലും പണിതതിനെ കുറിച്ച് വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് 6:48 നല്ലവണ്ണം പണിതിരിക്കൊണ്ട്. നല്ല ഒരു പ്രയോഗം ശ്രദ്ധിക്കുക, നല്ലവണ്ണം പണിതിരിക്കുക. പാറമേൽ പണിതത് നല്ലവണ്ണം പണിതാണ്. ആ വിശേഷണം എന്നെ ആകർഷിച്ച ഒരു ദിവസം ഞാൻ ഈ ഭാഗം ധ്യാനിച്ചപ്പോൾ, നല്ലവണ്ണം പണിതിരിക്കൊണ്ട്. അപ്പോൾ നമ്മൾ വളരണം എന്ന് പറയുമ്പോൾ നമ്മുടെ വേല തോന്നിയതുപോലെ, എനിക്ക് ബോധിച്ചതുപോലെ, എൻ്റെ വികാരങ്ങൾക്ക് തോന്നിച്ചതുപോലെ അല്ലല്ല, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം നല്ലവണ്ണം പണിയുന്നവരായിട്ട് തീരണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രായോഗിക സത്യം അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാം. എന്താണ് ഈ വളർച്ച എന്ന് പറയുന്നത്? എന്താ? ആത്മീകമായിട്ട് വളരുന്നു എന്നുള്ളത് കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? നമ്മൾ നന്നായി പാടുന്നു, നന്നായി ബൈബിൾ ക്ലാസ് എടുക്കുന്നു, നന്നായി പ്രാർത്ഥിക്കുന്നു, നന്നായി ലീഡ് ചെയ്യുന്നു, നന്നായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുന്നു. ഇതൊക്കെയാണോ ആത്മീക വർധന? അല്ല. ഒരു നല്ല ഡെഫിനിഷൻ ഞാൻ എപ്പോഴും ഓർക്കുന്നത്, ഈ ആത്മീക വളർച്ച എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ ഓർക്കുന്നത്, നമ്മളുള്ള അവസ്ഥയിൽ നിന്ന് പുരോഗതിയുള്ളവരാകും. അതാണ് ആത്മീക വളർച്ച. ഒരു എഴുത്തുകാരൻ്റെ കോട്ട് ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്: നമ്മുടെ സ്വഭാവത്തിലും കാഴ്ചപ്പാടിലും മനോഭാവത്തിലും ഉണ്ടാകുന്ന വളർച്ച. നമ്മുടെ സ്വഭാവത്തിൽ, കാഴ്ചപ്പാടിൽ, മനോഭാവത്തിൽ. രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ഓരോ ദിവസവും ഈ 3 മേഖലയിൽ നമ്മൾ വളർച്ചയുള്ളവരാകണം. സ്വഭാവത്തിൽ, കാഴ്ചപ്പാടിൽ, മനോഭാവം. എങ്കിലേ നല്ലവണ്ണം പണിയുന്നവരായിട്ട് തീരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അടുത്തതായിട്ട് നാം 20-ാം വാക്യത്തിൽ തന്നെ വായിക്കുന്നു, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു. അപ്പോൾ അതിനെ ഞാൻ ഉദ്ദേശിക്കുന്നത് വെളിച്ചമുള്ളവരാവുക എന്നുള്ളതാണ്. അപ്പോൾ വേർപെട്ടിരിക്കുക, ഞാനതിൽ കൊടുക്കാത്തത് കൊണ്ടാണ് ആവർത്തിക്കുന്നത്. വേർപെട്ടിരിക്കുക ബട്ട് എന്ന പദത്തിൽ നിന്ന് മനസ്സിലാക്കി, വിലമതിക്കുക, ഓർക്കുക എന്നുള്ളതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രിയരെ എന്നുള്ളതിൽ നിന്ന് വിലയറിയുക, നമ്മെ പ്രിയരാക്കാൻ കൊടുത്ത വലിയ വിലയുടെ മഹത്വത്തെക്കുറിച്ച് നമുക്ക് ഓർക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ആത്മീക വർധന വരുത്തുക, അത് ഒരു കെട്ടിടം എങ്ങനെയാണോ പുരോഗതി പ്രാപിച്ചു പോകുന്നു, അതുപോലെ വളരുക എന്നുള്ള ആശയമാണ്. അടുത്ത് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ ഈ പണി ശരിയായ രീതിയിൽ ചെയ്യാനുള്ള വെളിച്ചം ലഭിക്കാനാണ് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാനായിട്ട് പറയും. അപ്പോൾ വെളിച്ചമുള്ളവരാവുക എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പത്രോസിന്റെ ലേഖനത്തിൽ 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കും, എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കും, അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവർ. അപ്പൊ എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചത് നമ്മളാണെങ്കിൽ എന്താ എഴുതുക? എല്ലാറ്റിന്റെ അവസാനം സമീപിച്ചത് കൊണ്ട് ഓടി നടന്ന് സുവിശേഷം അറിയിക്കുക. എല്ലാറ്റിന്റെ അവസാനം സമീപിച്ചു, അതുകൊണ്ട് ഓടി നടന്ന് നമ്മൾ അന്യോന്യം സ്നേഹിക്കുക. ഇങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ എഴുതാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മളോടൊക്കെ അഭിപ്രായം ചോദിച്ചാൽ പറയാം. എന്നാൽ എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു എന്ന് പത്രോസ് എഴുതിയിട്ട് തൊട്ടടുത്ത് എഴുതിയിരിക്കുന്നത്
പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുക. അപ്പൊ ജോൺ കുര്യൻ അതിനെക്കുറിച്ച് കമന്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. എന്തുകൊണ്ട് അങ്ങനെ എഴുതിയിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മളിപ്പോ വിലമതിക്കുന്ന പല കാര്യങ്ങളും എഴുതാതെ പത്രോസ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞ ആ പ്രസ്താവന എന്നെ വളരെ ആകർഷിച്ചു. നമുക്കറിയാം ഈ ലോകത്തിൽ ഒരുപാട് ആത്മീക ആവശ്യങ്ങളുണ്ട്. ദിനംതോറും ആയിരക്കണക്കിന് ആളുകൾ നരകത്തിലേക്ക് പോകുന്നുണ്ട്. ഇവരെല്ലാവരെയും രക്ഷിക്കാനും എല്ലാ വിശ്വാസികളെയും ആത്മീകമായി പ്രബുദ്ധരാക്കാനൊന്നും എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നില്ല. പിന്നെ എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമുണ്ട്. അത് മനസ്സിലാവണമെങ്കിൽ പ്രാർത്ഥിക്കണം. ആ വെളിച്ചം ലഭിക്കണം. ദൈവം എന്നെ കുറിച്ച് ഈ തലമുറയിൽ എന്ത് ശുശ്രൂഷയാ നീ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അത് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനാണ് നമ്മൾ ശുശ്രൂഷ ചെയ്യേണ്ടത്. കർത്താവ് തന്നെ എക്സാമ്പിൾ ആണ്. ഞാൻ പണ്ട് ഈ +2 ഒക്കെ പഠിക്കുമ്പോൾ എൻ്റെ ചിന്ത എങ്ങനെയാണ്, ദൈവം അനേകം നരകത്തിലേക്ക് പോകുന്നു. അപ്പൊ ഞാൻ +2 കഴിഞ്ഞ് 1 വർഷം ഓൾ കേരള ഈ ഗോസ്പൽ വർക്കിന് പോയി. ഒരു കവലയിലിരുന്ന എല്ലാവരും നിരന്തരമായി ട്രാക്ട് കൊടുക്കലാണ് എൻ്റെ ഡ്യൂട്ടി. എൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി അതാണ്. പിന്നെ ജനറേറ്ററിൽ പെട്രോൾ ഒഴിക്കുക, മണ്ണെണ്ണ ഒഴിക്കുക, പെട്രോൾ ഒഴിക്കുക. ഇതാണ് മെയിൻ ഡ്യൂട്ടി. അത് പിന്നെ ഫുള്ള് ഇങ്ങനെ ട്രാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്നെ പ്രേരിപ്പിക്കുന്ന ഘടകം, അയ്യോ ആളുകൾ നരകത്തിൽ പോകും. പക്ഷെ ഈ സത്യം പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അതിന് ഏറ്റവും എക്സാമ്പിൾ ആയിട്ട് എനിക്ക് മനസ്സിലായത് നമ്മുടെ കർത്താവ് തന്നെയാണ്. അപ്പൊ പിന്നെ എനിക്കത് ധൈര്യപ്പെടുത്തി. അതെന്താണെന്ന് അറിയാമോ? കർത്താവ് മരിക്കാനായിട്ട് എത്ര വർഷം മാനുഷികമായി ആദാമിന്റെ പാപത്തിന്റെ ശേഷം കാത്തിരുന്നു? എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു. ഇനി കർത്താവ് ഭൂമിയിലേക്ക് വന്നപ്പോൾ ആളുകൾ നരകത്തിലേക്ക് പോവുകയാണ്. അപ്പൊ കർത്താവ് ഓടി നടന്നത് ചെയ്യാണോ ചെയ്തത്? അല്ല. കർത്താവ് ചെയ്തത് പിതാവ് തന്നെ കുറിച്ച് എന്താണോ ഉദ്ദേശിച്ചത് 30 വർഷം ആ വീട്ടിൽ ആശേരിപ്പണി തന്നെ ചെയ്തു. അധ്വാനിച്ച് താൻ ജീവിച്ചു. അപ്പോഴും ആളുകൾ നരകത്തിലേക്ക് പോകുന്നുണ്ട്, അപ്പോഴും ആളുകൾ നരകത്തിലേക്ക് ഒഴുകുന്നുണ്ട്. അപ്പൊ ഈ കർത്താവിന്റെ ഈ ജീവിത ശൈലി എന്നെ ആകർഷിച്ചു. അപ്പോഴാണ് ഞാനൊന്ന് മാറ്റി പിടിക്കാൻ ഇടയായിട്ട്. അത് ഞാൻ മറ്റേ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രഗിളാണ്, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ പാപങ്ങൾ അതിജീവിക്കാൻ സാധിക്കുന്നൊന്നുമില്ല. എന്നാൽ കർത്താവ് നമ്മെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ജീവിതത്തിൽ പ്രോഗ്രസ് ഉണ്ടായി, മാറ്റങ്ങൾ ഉണ്ടായി. പിന്നെ കർത്താവ് മരിച്ചു കഴിഞ്ഞ് 40 നാൾ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് എന്താ ചെയ്തത്? ഓടി നടന്ന പീലാത്തോസിനൊക്കെ പ്രത്യക്ഷനാവുക അല്ലല്ല. കർത്താവിനെ അവൻ്റെതായിട്ടുള്ള പ്രോസസ് അത് ശരിക്ക് തിരിച്ചറിഞ്ഞ് ആ ആലോചനയ്ക്ക് നമ്മൾ ശുശ്രൂഷ ചെയ്യണം. അതല്ലാതെ നമ്മൾ ചെയ്യുന്നതെല്ലാം വെള്ളത്തിൽ വരച്ച വരകൾക്ക് തുല്യമാണ്. നമുക്കുള്ള കൃപ തിരിച്ചറിഞ്ഞ് അതിന് ശുശ്രൂഷിക്കുക, അതാണ് വളരെ പ്രധാനപ്പെട്ട. അതല്ലാതെ അവർ ചെയ്യുന്ന ഇവർ ചെയ്യുന്നതൊക്കെ താരതമ്യം ചെയ്താൽ നമ്മൾ എങ്ങും എത്തുകയില്ല. ഒരു തരത്തിലുള്ള അരക്ഷിത ബോധം നമ്മെ ഭരിക്കാനിടയായിട്ട് തീരും. അടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നത് നിത്യജീവനായിട്ട് 21ാമത്തെ വാക്യം. നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരിക്കുക. അപ്പൊ അടുത്തൊരു ക്രിയാപദം കാത്തിരിക്കുക എന്നുള്ളതാണ്. അത് ഞാൻ ഈ എന്നുള്ളൊരു പ്രാസം വരാനായിട്ട് വെമ്പുക എന്നുള്ള ഒരു പ്രയോഗമാണ്. വെമ്പുക. എന്തിനാണ് വെമ്പേണ്ടത്? വെമ്പുക എന്ന് വെച്ചാൽ കാത്തിരിക്കുക. എന്തിനാ കാത്തിരിക്കേണ്ടത്? നമ്മളോട് വായിക്കും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ കർത്താവ് വരും, നമ്മളോട് അവൻ വലിയ കരുണ കാണിക്കും, നമ്മെ ഈ നാശകരമായ ഭൂമിയിൽ നിന്ന് അവന്റെ അടുക്കിലേക്ക് ചേർക്കാനായിട്ട്. അതിനായിട്ട് വെമ്പണം. അത് വിശ്വാസത്തിൽ നടക്കുന്നതിന്റെ മറ്റൊരു ലക്ഷണമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്ത 22ാമത്തെ വാക്യത്തിൽ 21ാം വാക്യത്തിൽ തന്നെ കാത്തിരുന്നു കൊണ്ട് മറ്റൊരു ക്രിയാപദം അവിടെ വായിക്കുന്നു. ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുക. ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക. അപ്പോ അവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക. അപ്പൊ ദൈവം നമ്മെ സ്നേഹിക്കുന്നു, അതൊക്കെ. അതേ സമയത്ത് ദൈവം നമുക്ക് നമ്മുടെ ഇയ്യോബിന്റെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ നമുക്ക് ചുറ്റൊരു വേലി, ഇയ്യോബിന് ചുറ്റൊരു വേലി കെട്ടിയിട്ടുണ്ട്. അപ്പൊ ദൈവസ്നേഹത്തിന് ഒരു പരിധിയുണ്ട്, ഒരു ബൗണ്ടറി ഉണ്ട്, ഒരു വിശ്വാസിയോടുള്ള ബന്ധം. അതിന് പുറത്ത് പോകാനായിട്ട് നമുക്ക് ഇടയാകരുത്. അതിന് നമ്മൾ പുറത്തു പോയാൽ ഡേഞ്ചർ സോണിലാണ് എന്നുള്ളത്. ആ ദൈവസ്നേഹത്തിന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്ന ആ ബൗണ്ടറി വിട്ടിട്ടുള്ള കളികൾ അപകടകരമാണ്. ഇത് മനസ്സിലാവാനായിട്ട് വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, കർത്താവ് തന്നെ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞതാണ്. യോഹന്നാൻ 15 മുന്തിരിവള്ളി കൊമ്പ്. ഒരു മുന്തിരിക്കൊല കായ്ച്ചു നിൽക്കുന്നത് നമ്മൾ പോകുമ്പോൾ, റോഡരികിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു വീട്ടിൽ കണ്ടാൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്താ നമുക്കറിയാം, നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? ആ കൊമ്പ് മുന്തിരിവള്ളിയോട് പറ്റിച്ചേർന്നിരുന്നത് കൊണ്ട്
ആ വള്ളിയിൽ നിന്ന് വരുന്ന ജീവരസം ഈ കൊമ്പിലേക്ക് ഒഴുകി ഫലം കായ്ക്കാൻ ഇടയായിട്ട് തീർന്നു. ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേ സമയത്ത് അതിൽ തന്നെ ഒരു കൊമ്പ് ഉണങ്ങി നിൽക്കുമ്പോൾ എന്താ മനസ്സിലാക്കുന്നത്? മുന്തിരിവള്ളിയുമായി ആ കൊമ്പിന് കാര്യമായ പറ്റിച്ചേർന്നിരിക്കുന്നത് അവസ്ഥയില്ല എന്നുള്ളതാണ്. ഇതേ ആശയം തന്നെയാണ് ഇവിടെയുള്ളത്. ദൈവസ്നേഹത്തിൽ വസിക്കുക, ആ പരിധി വിട്ടു പോകാതിരിക്കുക. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നാം വിശ്വാസത്താൽ നടക്കുന്നവരാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. 22-ാം വാക്യത്തിൽ സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യുവിൻ. നാം വായിക്കും. ഇതെന്താ സംശയിക്കുന്നവരായി എന്നുള്ളത്? അപ്പൊ അവിടെ ആ കരുണ ചെയ്യുവിൻ എന്നുള്ളത്, സംശയിക്കുക, കരുണ ചെയ്യുക എന്നുള്ളതിന് വാത്സല്യം കാണിക്കുക. വാത്സല്യം കാണിക്കുക എന്ന് വെച്ചാൽ, വാത്സല്യം എന്നുള്ള മലയാള പദത്തിൽ സ്നേഹവുമുണ്ട് കരുതലുമുണ്ട്. അത് ആ രണ്ടർത്ഥമുള്ള ഒരു മനോഹര പദമാണ് വാത്സല്യം. നമ്മളൊരു പാട്ടിലും അതുണ്ട്, വാത്സല്യം കാട്ടിയല്ലോ എന്നുള്ളൊരു പാട്ട് നമ്മുടെ സ്തോത്രഗീതത്തിലുണ്ട്. പി ജോർജ് സാറിനെ തോന്നുന്നു. അപ്പം വാത്സല്യം എന്നുള്ള പദം മനോഹരമാണ് മലയാളത്തില്. സ്നേഹമുണ്ട്, വെറും സ്നേഹം മാത്രമല്ല, അതോടൊപ്പം തന്നെ ഒരു കരുതലുമുണ്ട്. അതാണ് വാത്സല്യം. സംശയിക്കുന്ന ചിലരോട് നമ്മൾ അങ്ങനെ ചെയ്യണം. ഈ ദുരുപദേഷ്ടാക്കന്മാരുടെ പ്രവർത്തന ഫലമായിട്ട് ബലഹീനരായ വിശ്വാസികൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. അപ്പൊ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളവരെ നമ്മൾ വന്ന് ഭയങ്കരമായിട്ട് നീ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് അവന്റെ ഉള്ള ശക്തിയൊക്കെ പോയി അവൻ പിന്മാറി പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അവരോട് വാത്സല്യത്തോടുകൂടെ നമ്മൾ ഇടപെടേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ് അവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അടുത്തതായിട്ട് 23-ാമത്തെ വാക്യത്തിൽ ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കുക. അപ്പോ തീയിൽ നിന്ന് വലിച്ചെടുക്കുക എന്നുള്ളതാണ് 9-ാമത്തെ കുറിപ്പായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. വലിച്ചെടുക്കുക. ഇവിടെ പറയുന്ന തീ എന്ന് പറയുന്നത് നരകത്തീ എന്നുള്ളതിനേക്കാൾ ദുരുപദേശത്തിന്റെ ഫലമായി അകപ്പെടുന്ന അവസ്ഥയെ കാണിക്കാനാണ്. അതായത് തെറ്റായ ഉപദേശങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട് അലഞ്ഞുഴലുന്ന ഒരു അവസ്ഥ, അതിനെ തീയോട് ഉപമിച്ചിരിക്കുകയാണ്. ഇനി നരക തീയായിട്ട് ഉപമിച്ചാലും അതിന് വ്യത്യാസമില്ല. കാരണം വിശ്വാസത്യാഗികൾ പോകുന്നത് തീയിലേക്കാണ്. അപ്പൊ അവരെ വലിച്ചെടുത്ത് രക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ആ ആശയം അവിടെ അപ്ലിക്കബിൾ ആണ്. അപ്പോ വലിച്ചെടുക്കുക എന്നുള്ളത് നാം അവിടെ ശ്രദ്ധിക്കും. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ദുരുപദേശത്താൽ വലഞ്ഞു പോകുന്നവരെ വലിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കാണുന്നത്, ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട്. അതായത് ഈ ദുരുപദേഷ്ടാക്കന്മാരുടെ അങ്കി നിറയെ അഴുക്കാണ്, പാപമാണ്, കറയാണ്. ഇത് ഇവരുമായിട്ടുള്ള ഇടപെടലിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ ആ കറ നമ്മിലേക്ക് വരാൻ സാധ്യതയുണ്ട്. വളരെ സൂക്ഷ്മതയോടുകൂടെ പോകണം എന്നുള്ളതാണ് അവിടെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നത്. ഒടുവിലായിട്ട് വെറുക്കുക എന്നുള്ളൊരു പദം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. പകച്ചുകൊണ്ട് എന്നുള്ളത്, അതായത് പാപജീവിതത്തിൽ തുടരുന്നവരെ രക്ഷിക്കാനായിട്ട് നമ്മൾ പോകുമ്പോൾ പാപത്തെ നമ്മൾ വെറുക്കണം, എന്നാൽ അവരെ നമ്മൾ സ്നേഹിക്കാനായിട്ട് ഇടയായിട്ട് തീരും. ഇങ്ങനെ ഒരു 10 കുറിപ്പുകളാണ് അവിടെ കഴിഞ്ഞ ആഴ്ച ഞാൻ പറയാനായിട്ട് സാധിച്ചത്. ഓക്കെ, ഇന്ന് നമ്മൾ പറയാനായിട്ട് വേഗത്തിൽ ആഗ്രഹിക്കുന്നത് ദൈവിക പരിജ്ഞാനത്തിന്റെ പ്രയോജനം. വളരെ കുറച്ചേ ഉള്ളൂ, ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തീർക്കാവുന്നേ ഉള്ളൂ. ദൈവിക പരിജ്ഞാനത്തിന്റെ പ്രയോജനം അതെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? നിങ്ങൾ 24ഉം 25ഉം വാക്യങ്ങൾ ഇപ്പൊ വായിക്കണ്ട, ഒന്ന് വായിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ വായിച്ചിട്ടുള്ളതായിരിക്കും. അവിടെ മനോഹരമായ ഒരു ആശീർവാദം എന്നാണ് എൻ്റെ ഇവിടെ തലക്കെട്ട്, ബെനഡിക്ഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഞാൻ വായിച്ചപ്പോൾ അതൊരു ബെനഡിക്ഷൻ എന്നുള്ളതല്ല. മാത്രമല്ല മറ്റു പല കമന്ററികളും വായിച്ചപ്പോൾ ഇതൊരു ആശീർവാദത്തെക്കാൾ ഒരു ഡോക്സോളജിയാണ്. ഡോക്സോളജി എന്ന് വെച്ചാല് സ്തുതിഗീതം. മനോഹരമായൊരു സ്തുതിഗീതമാണ് 24ഉം 25ഉം. ദൈവത്തെ പുകഴ്ത്തുന്ന, കീർത്തിക്കുന്ന വാക്കുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന 2 വാക്യങ്ങളാണ് 24, 25. അപ്പൊ അതിൽ നിന്ന് മനസ്സിലായത്, ഈ ലേഖന പശ്ചാത്തലവുമായിട്ട് ദുരുപദേഷ്ടാക്കന്മാർക്ക് ദൈവത്തെ കുറിച്ച് പരിചയിച്ചിട്ടുള്ള ഒരു അറിവൊന്നുമില്ല. അപ്പൊ എനിക്ക് ഈ സഭയിലുള്ള വ്യക്തികളുമായിട്ട് പരിചയിച്ചിട്ടുള്ള അറിവുണ്ടെങ്കിൽ അവരെ കുറിച്ച് എനിക്ക് കുറെ കാര്യം പറയാൻ സാധിക്കും. എനിക്ക് അവരായിട്ട് ഒരു പരിചയമില്ലെങ്കിൽ അവരെ കുറിച്ച് ഒന്നും എനിക്കറിയില്ല. ഇതേപോലെ ദുരുപദേഷ്ടാക്കന്മാർ ദൈവത്തെ കുറിച്ച് പറയുമെങ്കിലും അടിസ്ഥാനപരമായി ആന്തരികമായി ദൈവത്തെക്കുറിച്ച് ഒരു പരിചയിച്ചിട്ടുള്ള ജ്ഞാനവുമില്ല. എന്നാൽ ശരിയായ ഉപദേഷ്ടാക്കന്മാർക്ക് ദൈവമായിട്ടുള്ള നിരന്തര പരിചയിച്ചുള്ള ജ്ഞാനം മുഖാന്തരം ദൈവത്തിലുള്ള ഹൃദയം കൊണ്ട് അവർ നിറഞ്ഞിരിക്കും. ദൈവമേ നിന്നറിവാലെ ഹൃദയം നിറയ്ക്കുക എന്നാണ് ഭക്തകവി വി. നാഗൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഭക്തന്മാരായ ആളുകൾ, വിശ്വാസത്താൽ നടക്കുന്നവർക്ക് ശരിയായ ഉപദേഷ്ടാക്കന്മാർക്ക് അവരുടെ ഹൃദയം അനുദിനം ദൈവത്തോട് പരിചയിച്ച് ജീവിക്കുന്നത് കൊണ്ട്
ദൈവ പരിജ്ഞാനത്താൽ. അങ്ങനെയാണ് ഈ ഡോക്സോളജി, സ്തുതിഗീതത്തിൽ നിന്നാണ് ഈ സത്യം മനസ്സിലാക്കാനായിട്ട് ഇടയായിട്ട് തീർന്നത്. അപ്പോൾ എന്താണ് ഈ പരിജ്ഞാനത്തിന്റെ പ്രയോജനം എന്ന് ചോദിച്ചാൽ 2 കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. ഒന്ന്, ദൈവത്തെ മഹത്വപ്പെടുത്തും, ദൈവത്തിനായി വീര്യം പ്രവർത്തിക്കും. ഒന്നാമത്തെ ആശയം മാത്രമേ ഇവിടെ ഉള്ളൂ. രണ്ടാമത്തെ ആശയം ഞാനൊരു സബ് പോയിന്റ് ആയിട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. അതോടുകൂടി നമ്മുടെ ആശയം കഴിയുകയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തും. ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായ ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് എന്ന് പറഞ്ഞ് അധികാരവും ബലവും ഉണ്ടാകട്ടെ, ആമീൻ എന്ന് പറയുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദാനിയേലിന്റെ പ്രവചനത്തിലാണ് ദൈവത്തെ അറിയുന്നവർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. അത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ ശേഷം 4 സാമ്രാജ്യങ്ങളായിട്ട് അത് തിരിക്കപ്പെട്ടു. അതിൽ അന്ത്യോക്യസ് എപ്പിഫാനസിന്റെ കുറിച്ചിട്ടുള്ള കാര്യത്തിലാണ് വളരെ പീഡനം. 80,000-ഓളം യഹൂദരെ കൊല്ലുമ്പോൾ അതിന്റെ മധ്യത്തിൽ ദൈവത്തെ വിശ്വസിക്കുന്നവർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുന്നതാണ് അവിടെ നമുക്ക്. അപ്പൊ ദൈവത്തെ അറിയുന്നവരുടെ ഒരു പ്രത്യേകതയായിട്ട് അവിടെ പറയുന്നു. അത് ഞാൻ അവിടെ കുറിച്ചു വയ്ക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഇനി ഒന്നും കൂടെ സൂക്ഷ്മമായിട്ട് നമ്മൾ പരിശോധിച്ചാൽ എന്താ ഈ പ്രയോജനം എന്ന് ചോദിച്ചാൽ, ദൈവത്തെ മഹത്വപ്പെടുത്തും. എന്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് ചോദിച്ചാല് കുറെ കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതൊന്നും ഈ ഭാഗവുമായി ബന്ധപ്പെട്ടതല്ല. അതിങ്ങനെ നമ്മൾ ഇതിനോട് ചേർച്ചയുള്ള ഭാഗങ്ങളുമായിട്ട് കോർത്തിണക്കുമ്പോഴാണ് ഇതൊക്കെ വരുന്നത്. പക്ഷെ ഒരു കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് ചോദിച്ചാൽ, കർത്താവ് നമ്മെ സൂക്ഷിക്കുന്നതിന്. നമ്മൾ വായിക്കുന്നുണ്ട്, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച്. കർത്താവ് നമ്മെ സൂക്ഷിക്കുന്നതിനാൽ, അതെങ്ങനെ സൂക്ഷിക്കുന്നു എന്നുള്ളത് അവിടെ എഴുതിയിട്ടുണ്ട്. വീഴാതെ വണ്ണം സൂക്ഷിക്കും. അപ്പൊ കർത്താവ് വീഴാതെ വണ്ണം സൂക്ഷിക്കുന്നതിന്റെ ചില പ്രത്യേകതകൾ നമുക്ക് തിരുവെഴുത്തിന്റെ ഇതര ഭാഗങ്ങളിൽ ചേർത്ത് ചിന്തിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം? കർത്താവ് നമ്മെ സൂക്ഷിക്കുന്നു, വീഴാതെ വണ്ണം സൂക്ഷിക്കും. അടുത്തതായിട്ട് ദൈവിക പരിജ്ഞാനത്തിന്റെ പ്രയോജനത്തിൽ 2ാമത്തെ കാര്യം എന്ന് പറയുന്നത്, കർത്താവ് നമ്മെ സൂക്ഷിക്കുക മാത്രമല്ല, അവിടെ നാം വായിക്കുന്ന മറ്റൊരു ക്രിയാപദം നമ്മെ നിൽക്കുമാറാക്കും. ഈ പ്രയോഗം പുതിയ നിയമത്തിൽ പല ഭാഗത്തുണ്ട്. കർത്താവ് നമ്മെ നിൽക്കുമാറാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവം നമ്മെ നിൽക്കാൻ പ്രാപ്തരാക്കുന്നു, കുറ്റമറ്റവരായിട്ട് അവിടെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇതെല്ലാം അവിടെ എഴുതിയിട്ടുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ദൈവം നമ്മെ നിൽക്കാൻ പ്രാപ്തരാക്കുന്നു എന്ന് വെച്ചാൽ റോമർ 3:23 നമ്മുടെ ചിന്ത പോയിട്ടുണ്ടാകും. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സിന് കുറവുള്ളവരായി, അതായത് ദൈവ തേജസ്സിന്റെ മുമ്പാകെ നിവർന്നു നിൽക്കാൻ കഴിവില്ലാത്തവരായി തീർന്നു. എന്നാൽ ദൈവം ക്രിസ്തുയേശു മുഖാന്തരം നമ്മെ നിൽക്കാൻ പ്രാപ്തരാക്കും. ദൈവം നമ്മെ കുറ്റമറ്റവരായി നിൽക്കാൻ പ്രാപ്തരാക്കുന്നു. പാപമുഖാന്തരം നമ്മൾ കുറ്റമറ്റവരായിരുന്നു. എന്നാൽ ക്രിസ്തുവിന്റെ നീതി, 2 കൊരിന്ത്യർ 5:21 നമുക്ക് ചേർത്ത് ചിന്തിക്കാം. ക്രിസ്തുവിന്റെ നീതി നമ്മുടെ മേൽ ചുമത്തി, നമ്മുടെ പാപം അവന്റെ മേൽ ചുമത്തി. അങ്ങനെ നമ്മളെ കുറ്റമില്ലാത്തവരാക്കി. ദൈവം നമ്മെ അവന്റെ സന്നിധിയിൽ നിൽക്കാൻ പ്രാപ്തരാക്കുന്നു. ആദാമും ഹവ്വയും ആട്ടി ഓടിക്കപ്പെട്ടു. ഏദൻ തോട്ടത്തിൽ നിന്ന് ആട്ടി ഓടിപ്പിക്കും. ഇന്ന് അവന്റെ സന്നിധിയിൽ വന്നാണ് നാം പാടി നിൻ സന്നിധാനത്തിൽ സന്തോഷങ്ങൾ ആനന്ദങ്ങൾ എന്ന് പാടാനിടയായിട്ട് തീർന്നു. ദൈവം നമ്മെ വലിയ സന്തോഷത്തോടെ നിൽക്കാൻ പ്രാപ്തരാക്കുന്നു. മാത്രമല്ല ദൈവം നമ്മെ തേജസ്സോടെ നിൽക്കാൻ പ്രാപ്തരാക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, എന്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം പിന്നൊക്കെ നമ്മൾ ഓൾറെഡി വിശദീകരണങ്ങൾ കൂടാതെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കർത്താവ് നമ്മെ സൂക്ഷിക്കുന്നു എന്ന് കണ്ടു. അതിന് ചില സബ് പോയിന്റ്സ് ജസ്റ്റ് ഓടിച്ച് പറഞ്ഞു. കർത്താവ് നമ്മെ നിൽക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞു. അതിന്റെ ചില ധ്യാനാത്മകമായ കുറിപ്പുകൾ ഞാൻ പറഞ്ഞു. പിന്നെ അവിടെ നമ്മൾ കാണുന്നത് ഏകജ്ഞാനിയായ എന്നുള്ളതാണ്. അത് നമ്മുടെ മലയാളത്തില് ഏകജ്ഞാനിയായ എന്നില്ല, എന്നാൽ ഇംഗ്ലീഷിൽ അത് കാണാം, ഏകജ്ഞാനിയായ. അതിന് വളരെ പ്രസക്തിയുണ്ട്. ഇവിടെ 1-ാം നൂറ്റാണ്ടിൽ ജ്ഞാനവാദമായിരുന്നു പ്രധാനപ്പെട്ട ദുരുപദേശം. അപ്പോൾ യൂത അത് എടുത്തെഴുതുമ്പോൾ ഇംഗ്ലീഷിലും മൂലഭാഷയിലും അതുണ്ട്. ഏകജ്ഞാനിയായ ദൈവം നൽകുന്ന ജ്ഞാനമാണ് സാക്ഷാൽ ജ്ഞാനം എന്നുള്ള ആശയം അവിടെ വരികയാണ്. ഏകരക്ഷിതാവാണ് കർത്താവ്, എന്നേക്കും തേജസ്സുള്ളവനാണ്, എന്നേക്കും മഹിമുള്ളവനാണ്, കർത്താവ് എന്നേക്കും ബലവാനാണ്, കർത്താവ് എന്നേക്കും അധികാരിയാണ്. അതൊക്കെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്കത് ഓരോന്നും ഓരോ കുറിപ്പുകളായിട്ട് ചിന്തിക്കാവുന്നതും പഠിക്കാവുന്നതുമാണ്. അപ്പോൾ ഞാൻ ഇന്ന് പ്രധാനമായിട്ട് പറയാനായിട്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ ഞാൻ പറയാനായിട്ട് ഇടയായിട്ട് തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതെ, സത്യവിശ്വാസം മുറുകെ പിടിച്ച് വിശ്വസ്തരായവർ അവർ എന്തൊക്കെ അവരുടെ ജീവിതത്തിലുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ 7 ക്ലാസ്സിലൂടെ ഓടിച്ച് പറയാനായിട്ട് ശ്രമിച്ചത്. സുരക്ഷിതരാണ്, അനുസരണമുള്ളവരാണ്, ഓർക്കുന്നവരാണ്, തിരിച്ചറിയുന്നവരാണ്. 2 മിനിറ്റ് കൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ ഇങ്ങനെയൊരു ലേഖനമുണ്ട്, ഈ ലേഖനത്തിൽ ഇന്ന പാഠങ്ങളാണ്, ഇതൊക്കെ ഞാൻ പഠിച്ചു എന്നുള്ളത് നിങ്ങൾ അറിയിക്കുന്നതിന് ഉപരിയായിട്ട്
ഇതിലൂടെ ഒക്കെ ചില പ്രായോഗിക സത്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. അത് ഞാൻ പ്രാക്ടീസ് ചെയ്തപ്പോൾ ജീവിതത്തിൽ പുരോഗതി വന്നതാണ്. അത് ഞാനൊന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കാം. ഒന്നാമത്തെ പാഠത്തിൽ ഞാൻ സൂചിപ്പിച്ച ഒരു ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ദിനംതോറും ക്രൂശ് എടുക്കുക എന്നുള്ളത്. ദിനംതോറും കുടുംബജീവിത അനുഗ്രഹമാകാൻ ആഗ്രഹമുണ്ടോ? തൊഴിലിടങ്ങളിൽ അനുഗ്രഹമാകാൻ ആഗ്രഹമുണ്ടോ? ദിനംതോറും സ്വയത്തിന് മരിക്കും. ഞാൻ ക്രൂശിലാണ് എന്നുള്ള ചിന്ത ഭരിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായിട്ട് തീരും. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കർത്താവ് അടുത്തുണ്ട് എന്ന് സെൻസ് ചെയ്യാൻ ശ്രമിക്കുക. കർത്താവ് അടുത്തുണ്ട് എന്നുള്ളത് സെൻസ് ചെയ്ത് ജീവിക്കുക. മൂന്നാമതായിട്ട് ഞാനൊരു ക്ലാസ്സിൽ ഓർപ്പിക്കാൻ ഇടയായിട്ട് തീരുന്നത്, ദൈവത്തിന്റെ പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ് ഉണ്ട്, പെർമിസീവ് വിൽ ഓഫ് ഗോഡ്. ദൈവത്തിന് പരിപൂർണ ദൈവഹിതവുമുണ്ട്, അനുവദനീയ ദൈവഹിതവുമുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രണയ വിവാഹങ്ങളോടുള്ള ബന്ധത്തിലാണ് അത് വളരെ പ്രസക്തമായിരിക്കുന്നത്. നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും പരിപൂർണ ദൈവഹിതത്തിലാണെങ്കിൽ ആ ജീവിതം വളരെ മനോഹരമായിരിക്കും. അതല്ല, നാം പിടിവാശി പിടിച്ച് ഈ വഴികൂടെ തന്നെ പോകണം എന്ന് നമ്മൾ ശഠിച്ചാൽ ദൈവം അത് അനുവദിച്ച് തന്നേക്കാം. അതാണ് അനുവദനീയമായ, അത് വളരെ അപകടമാണ്. ബിലയാമിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്കത് പഠിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വിശ്വാസത്താൽ ജീവിക്കാതെ ഞാൻ ഇന്ന് പറയാനിടയുണ്ട്, പാപത്തെ ഏറ്റവും മലിനമായ ഒന്നിനോട് താരതമ്യപ്പെടുത്തി ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ പാപത്തെ നമുക്കറിയാം, ഒരു മുള്ളു കുത്തിയാൽ ആ മുള്ള് എത്രയും പെട്ടെന്ന് നമ്മൾ നീക്കം ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ മുള്ളു കുത്തി അത് നമ്മൾ മാസങ്ങളോളം കാലങ്ങളോളം നമ്മൾ ആ മുള്ളു വെച്ചിരിക്കുമോ? ഇല്ല. ഇതുപോലെ ആയിരിക്കണം പാപത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ മനോഭാവം. ഒരു മുള്ളു നമ്മിൽ കുത്തിയാൽ എത്രയും വേഗത്തിൽ നമ്മൾ അത് അടർത്തി കളയുന്നു, അതുപോലെ നമ്മിൽ പറ്റുന്ന പാപങ്ങളെ കഴുകി കളയുന്ന ഒരു ശീലം വളർത്തിയെടുക്കാനായിട്ട് ഇടയായിട്ട് തീരും. പിന്നെ നമ്മുടെ ശരീരം നമ്മുടെ ദൈവമന്ദിരമാണ്. ദൈവമന്ദിരത്തെ നാം മലിനമാക്കിയാൽ, കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ദൈവാലയത്തെ വാണിഭശാല ആക്കിയപ്പോൾ ചാട്ട ഉപയോഗിച്ചതുപോലെ കർത്താവ് ഇന്നും നമ്മളോട് ചാട്ട ഉപയോഗിക്കാനായിട്ട് ഇടയായിട്ട്. ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളിത് ശ്രദ്ധയോടുകൂടെ ക്രൂശിക്കപ്പെട്ട അനുഭവവും കർത്താവ് അടുത്തുണ്ടെന്നുള്ളതും പൂർണ്ണ ദൈവഹിതത്തിനായിട്ടും വിശ്വാസത്താലുള്ള ജീവിതവും പാപത്തെ ഗൗരവമായിട്ട് എടുക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സഭാ ജീവിതത്തിൽ വലിയ ചേഞ്ച് ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ജെ ഓസ്വാൾഡ് സ്വാൻഡേഴ്സ് പറഞ്ഞ കോട്ട് പറഞ്ഞ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഏതൊന്നിനു വേണ്ടി നാം സമയം ചെലവഴിക്കുമോ അക്കാര്യത്തിൽ നമുക്കുള്ള പ്രാധാന്യത്തെയാണത് സൂചിപ്പിക്കുന്നത്. നമുക്ക് എന്തിനാണ് നാം അധികം സമയം ചെലവഴിക്കുന്നത്, അതാണ് നമുക്കുള്ള നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നു. ഒരു നാൾ കർത്താവിന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ ഈ പഠിച്ച 7 ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളത് ദൈവത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ ദൈവത്തിന്റെ മുമ്പാകെ നിങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഞാനും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഈ ഓരോ സന്ദേശം നമ്മൾ കേൾക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. എന്നാൽ പ്രത്യേകിച്ച് ഈ 7 സന്ദേശങ്ങളോട് നാം എങ്ങനെ പ്രതികരിച്ചു. നിങ്ങൾക്ക് ക്രിയാത്മകമായും നിഷേധാത്മകമായും പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആരൊക്കെ ക്രിയാത്മകമായി പ്രതികരിക്കുന്നുവോ അവരുടെ ജീവിതം വളരെ ആത്മീകമായി പുഷ്ടിയുള്ളതായിട്ട് തീരും. അങ്ങനെ പുഷ്ടിയുള്ള ക്രിസ്തീയ ജീവിതം നയിച്ച് സഭയ്ക്ക് പ്രയോജനമുള്ളവരായി തീരാൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കട്ടെ. ഇങ്ങനെയുള്ള ഒരു അവസരം നൽകിയതിൽ ദൈവസഭയ്ക്ക് പ്രത്യേകിച്ച് നേതൃത്വത്തോട് സഭാംഗങ്ങൾക്ക് നന്ദി പറയുന്നു. ഈ ക്ലാസ്സുകളൊക്കെ ഓഡിയോ ആയിട്ട് യൂട്യൂബിലുണ്ട്. ഞാൻ പ്രിയ മാഷിനത് അയച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പുസ്തകം, ഇതൊരു ബുക്ക്ലെറ്റ് ആയിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും ഇതിലെ എല്ലാ കാര്യങ്ങളൊന്നും ഞാൻ വിശദീകരിച്ചിട്ടില്ല. എന്നാൽ അല്പം വിശദീകരിച്ചിട്ടുള്ള ഒരു സ്റ്റഡി നോട്ട്സ് ഇത് തയ്യാറാക്കിയിട്ട് ഞാൻ മാഷിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ദൈവനാമം മഹത്വപ്പെടുമാണ്.